പ്രാണനിൽ നീ മാത്രം. നീ എന്താണിപ്പോൾ പറഞ്ഞത്? ഒന്നുകൂടെ പറഞ്ഞേ, ഞാൻ ശരിക്കും കേട്ടില്ല. മഹി അവളോട് ചോദിച്ചു. ഗൗരി ഒന്നും മിണ്ടാതെ തല കുനിച്ചു നിൽക്കുകയാണ്. ഡി, നിന്നോടാ ചോദിച്ചേ, എന്താണിപ്പോൾ പറഞ്ഞതെന്ന്? എൻ്റെ കൈ വേദനിച്ചാൽ ഈ ശ്രീഗൗരി ആരാണെന്ന് നിങ്ങൾ അറിയും. പെട്ടെന്ന് അവൾ മഹിയോട് പറഞ്ഞു. നിന്റെ കൈ വേദനിച്ചോ ഇപ്പോൾ? ഇല്ല, വേദനിച്ചാൽ എന്നാണ് ഞാൻ പറഞ്ഞത്. അതല്ലല്ലോ ഞാൻ ചോദിച്ചതിൻ്റെ ഉത്തരം. നീ ഇപ്പം എന്താണ് എന്നോട് പറഞ്ഞത്? നിന്റെ കാല് മുറിയാൻ ഞാൻ ആരാണോ ഈ കാരണക്കാരൻ? മഹേട്ടൻ പേടിപ്പിച്ചുകൊണ്ടല്ലേ ഞാൻ ഇറങ്ങി ഓടിയത്? അതുകൊണ്ടല്ലേ എൻ്റെ കാലിൽ ചില്ല തുളച്ച് കയറിയത്? നീ വേണ്ടാത്ത വർത്തമാനം പറഞ്ഞുകൊണ്ടല്ലോ ഈ മഹി ആരാണെന്ന് നീ അറിയും. സൂക്ഷിച്ച് നടക്കാഞ്ഞിട്ട് പറ്റിയിട്ട് നാണമില്ലടി നിനക്ക് മറ്റുള്ളവരെ പഴിച്ചാരാൻ? എനിക്കിത്തിരി നാണം കുറവാ, അതിന് ഇയാൾക്കെന്താ? ഡി, എന്നെ എടി പൊടി എന്നൊന്നും വിളിക്കണ്ട. എൻ്റെ പേര് ശ്രീഗൗരി എന്നാണ്. അവൾ അല്പം ദേഷ്യത്തിൽ അവനെ നോക്കി. ഞാൻ നിന്നെ എടിയെന്ന് മാത്രമേ വിളിക്കൂ. നിനക്ക് എന്തെങ്കിലും പറ്റുമോ നോക്കട്ടെ. അതും പറഞ്ഞുകൊണ്ട് അവൻ വാഷ്റൂമിലേക്ക് പോയി. ഫ്രഷായി ഇറങ്ങി വന്നപ്പോഴേക്കും കണ്ടു ബെഡിലിരിക്കുന്ന ശ്രീഗൗരിയെ. അവളുടെ കയ്യിൽ കുളിച്ചു മാറാനുള്ള ഡ്രസ്സ് ഇരിപ്പുണ്ട്. മഹി ഇറങ്ങി വന്നപ്പോൾ അവൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് കുളിക്കാനായി പോയിരുന്നു. എൻ്റെ അമ്മേ, എന്തൊരു തണുപ്പ്! തണുത്ത വെള്ളം ദേഹത്തേക്ക് പതിച്ചപ്പോൾ അവൾ സ്വയം പറഞ്ഞു പോയി. ഇത്രയും കാലത്തെ കുളിക്കുന്ന ശീലമൊന്നും ഗൗരിക്കില്ലായിരുന്നു. വേഗത്തിൽ കുളിച്ചു കഴിഞ്ഞ് അവൾ ഇറങ്ങി വന്നു. മഹി ഫോണിൽ നോക്കി കട്ടിലിൽ ചാരി ഇരിപ്പുണ്ട്. ഈ തണുപ്പത്ത് എന്ത് കൂത്തു നടത്താനാണോ ഇങ്ങേരനോട് കുളിക്കാൻ പറഞ്ഞത്? തന്നെത്താനെ പിറുപിറുത്തുകൊണ്ട് അവൾ കണ്ണാടിക്ക് മുന്നിൽ വന്നു. എന്നിട്ട് മുടിയിലെ ടവലഴിച്ചു. വെള്ളമെല്ലാം തോർത്തു. കുറച്ച് സിന്ദൂരം എടുത്ത് നെറുകി തൊട്ടു. എന്നിട്ട് മഹിയെ ദേഷ്യത്തിലൊന്ന് നോക്കി. അപ്പോഴേക്കും വാതിലിൽ ആരോ മുട്ടി. ഇതാരാണ് എന്നോർത്തുകൊണ്ട് ഗൗരി ചെന്ന് വാതിൽ തുറന്നു. ലീലയെടുത്തിയായിരുന്നു. അവരുടെ കയ്യിൽ 2 കപ്പ് കാപ്പിയുമുണ്ട്. മഹി എഴുന്നേറ്റ് വന്നു. 1 കപ്പ് കാപ്പി എടുത്തു. തലേദിവസം അവൾ കാപ്പി കൊണ്ടുപോയി കൊടുത്തത് അവൻ ഇഷ്ടമായില്ലായിരുന്നു. അത് ലീലയെടുത്തിയോട് പറഞ്ഞു. അതുകൊണ്ടാണ് അവർ കാലത്തെ മുറിയിലേക്ക് കൊണ്ടുവന്നത്. ഇന്നാ ഇത് മോൾക്കുള്ളതാണ്, കുടിച്ചോളൂ. അതൊന്നും വേണ്ട ലീലയെടുത്തി, ഇവൾ താഴേക്ക് വന്നോളും. വെറുതെ ആവശ്യമില്ലാത്ത ശീലങ്ങളൊന്നും തുടങ്ങി വെക്കേണ്ട കാര്യമില്ല. കാപ്പി അല്പം കുടിച്ചിട്ട് അവനത് അവിടെ കിടന്ന മേശയിൽ വെച്ചു. എന്നിട്ട് അവരോടായി പറഞ്ഞു. കാലു വയ്യാതിരിക്കുമല്ലേ മഹിക്കുട്ട, പാവം. അവരതും പറഞ്ഞുകൊണ്ട് ഗൗരിയെ നോക്കി. ഞാൻ താഴേക്ക് വന്നോളാം എടുത്തി, ഇത് കൊണ്ടുവയ്ക്കോ? ശബ്ദം താഴ്ത്തി അവൾ പറഞ്ഞു. പിന്നീട് ഒന്നും പറയാതെ അവരിറങ്ങിപ്പോയി. ഗൗരി ദേഷ്യത്തിൽ അവനെ ഒന്ന് നോക്കി. എന്നിട്ട് അവൻ അല്പം കുടിച്ചിട്ട് വെച്ച കാപ്പി അത് മുഴുവനും എടുത്ത് അവൾ അങ്ങ് കുടിച്ചു തീർത്തു. മഹി ദേഷ്യത്തിൽ അവളുടെ അടുത്തേക്ക് പാഞ്ഞു വന്നു. മുടന്തി പുറത്തേക്ക് വേഗത്തിൽ നടന്ന ഗൗരിയെ അവൻ പിന്നിൽ നിന്നും പിടിച്ചു വലിച്ചു. അവൻ്റെ നെഞ്ചിൽ തട്ടി ഗൗരി നിന്നുപോയി. നീ എങ്ങോട്ടടി പുല്ലേ പോകുന്നത്? 2 കൈകളും പിന്നിലേക്ക് ബന്ധിച്ചുകൊണ്ട് അവൻ അവളോട് ചേർന്ന് നിന്നു. ഗൗരിയിൽ ഒരു വിറയൽ പടർന്നു. മഹേട്ട പ്ലീസ്, ഞാൻ അറിയാതെ. അവളുടെ വാക്കുകൾ മുറിഞ്ഞു. നീ ഒരുപാട് ഓവർ സ്മാർട്ട് ആവുന്നുണ്ട്. അമ്മ പറഞ്ഞു തന്ന ഐഡിയ ആണോ എൻ്റെ മനസ്സിൽ കയറിപ്പറ്റാനായിട്ട്? പക്ഷേ നീ ഒന്ന് ഓർത്തോ ഗൗരി, ഇതൊക്കെയും നിൻ്റെയും എൻ്റെ അമ്മയുടെയും വ്യാമോഹങ്ങളാണ്. ഇപ്പം തന്നെ, ഈ നിമിഷം തന്നെ ഇവിടെ നിന്നിറങ്ങിയാൽ അത്രയും നല്ലത്. അല്ല, ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കാനാണ് ഭാവമെങ്കിൽ നിന്റെ ജന്മം മുഴുവൻ പാഴായി എന്ന് ഓർത്താൽ മതി. ഒരു വിളച്ചിലും എൻ്റെ അടുത്ത് വേണ്ട, കേട്ടല്ലോ? ദേഷ്യം കൊണ്ട് അവനെ വിറച്ചു. മഹേട്ടൻ, ഞാൻ വേണ്ട, നീ എന്നോട് കൂടുതലൊന്നും പറയണ്ട. എനിക്ക് കേൾക്കാൻ താല്പര്യവുമില്ല. പണം ആഗ്രഹിച്ച് വന്നതാണെങ്കിൽ എത്ര വേണമെന്ന് നീ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ തരും. ഒരു കുഞ്ഞു പോലും അറിയാതെ നീ ആലോചിച്ചു പറഞ്ഞാൽ മതി. മഹി അവളുടെ കൈവിട്ടിട്ട് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. തന്നെ അങ്ങനെയാണോ മഹിയേട്ടനൊപ്പം കണ്ടിരിക്കുന്നത്? കാശ് മോഹിച്ചു വന്നവളാണെന്ന് ഏട്ടൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം? ഞാൻ അങ്ങനെയാണോ എൻ്റെ ഗുരുവായൂരപ്പ? അവൾ അലമാരയിൽ വെച്ച് പൂട്ടിയിരിക്കുന്ന തൻ്റെ ബാഗ് തുറന്നു. അതിൽ നിന്നും ഒരു പേഴ്സ് എടുത്തു. നിറം മങ്ങിയ ഒരു ചെറിയ ഫോട്ടോ. അച്ഛനും അമ്മയുമാണ്. അവരുടെ കയ്യിൽ 2 വയസ്സുകാരിയായ താനുമുണ്ട്. അവൾ ആ ഫോട്ടോയിലേക്ക് മുഖം പൊഴുത്തി. പിന്നീട് ശബ്ദമില്ലാതെ തേങ്ങി. കുറച്ച് സമയം കഴിഞ്ഞതും അവൾ മുഖമൊക്കെ കഴുകിയിട്ട് താഴേക്ക് ഇറങ്ങിച്ചെന്നു.
മഹിയാണെങ്കിൽ ചേട്ടൻ്റെ കുട്ടികളെയും കളിപ്പിച്ചുകൊണ്ട് സെറ്റിൽ കിടപ്പുണ്ട്. ഗൗരിയെ കണ്ടതും കുട്ടികൾ രണ്ടാളും ഒന്ന് ചിരിച്ചു. അവൾ തിരിച്ചും. ഗൗരി, ഹിമ അവൾക്കരികിലേക്ക് വന്നു. ഇതെന്താ, ഗൗരി കരഞ്ഞോ? മുഖമൊക്കെ വല്ലാതെ. ഹിമ അവളെ സൂക്ഷിച്ചു നോക്കി. അതേടത്തി, എനിക്ക് തലവേദനയായിരുന്നു. പിന്നെ ഇപ്പോൾ കുളിക്കുകയും കൂടി ചെയ്തപ്പോൾ. കാല് വയ്യാണ്ടായിരിക്കെ കുളിച്ചോ കുട്ടി നീ? നനയ്ക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ? ഞാൻ സൂക്ഷിച്ചാണ് കുളിച്ചത്. അവൾ അടുക്കളയിലേക്ക് പോയി. ലീലയെടുത്തി കാപ്പി എടുത്തുകൊണ്ട് അവൾക്ക് കൊടുത്തു. മോളെ, എങ്ങനെയുണ്ട് കാലിന്? കുഴപ്പമില്ല ടീച്ചറമ്മേ. അവൾ ചിരിയോടെ അവരെ നോക്കി. അമ്പലത്തിൽ പോകാൻ പറ്റുമോ? ഇവിടെ അടുത്താണ്, ഒരു 10 മിനിറ്റ്. നമ്മുടെ കുടുംബക്ഷേത്രം കൂടിയാണ്, അതുകൊണ്ടാ. ഞാൻ പോകാൻ ടീച്ചറമ്മേ. അവൾ പറഞ്ഞപ്പോൾ അവരുടെ മുഖം സന്തോഷത്താൽ തെളിഞ്ഞു. മഹി, രണ്ടാളും കൂടി അമ്പലത്തിലൊന്ന് പോയിട്ട് വാ മോനെ. എന്നിട്ട് നീ എവിടേക്ക് വേണേലും പോയിക്കോ. അമ്മ പറഞ്ഞപ്പോൾ മഹി അവരോട് മറുപടിയൊന്നും പറഞ്ഞില്ല. ഒന്ന് പോയിട്ട് വാ മോനെ. നീ വേഗം കുളിച്ച് ഫ്രഷ് ആകുക കേട്ടോ. ഡ്രസ്സ് മാറാനായി ഗൗരി മുറിയിലേക്ക് വന്നപ്പോൾ കണ്ടു ഒരു കാവിമുണ്ടും കരിനീല നിറമുള്ള ടീഷർട്ടും ഇട്ടുകൊണ്ട് നിൽക്കുന്ന മഹിയെ. അവൾ അവനെ നോക്കാതെ കബോർഡ് തുറന്നു. ഒരു ചുരിദാറാണ് എടുത്തത്. അവൻ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ ഗൗരി വാതിലടച്ചിട്ട് വേഷം മാറ്റി. എന്നിട്ട് റെഡിയായി ഇറങ്ങിപ്പോയി. ക്ഷേത്രത്തിൽ വലം വെച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഗൗരിയുടെ മനസ്സിൽ കുറച്ചു മുൻപേ അവൻ പറഞ്ഞ കാര്യങ്ങളായിരുന്നു. പണം ആഗ്രഹിച്ചു വന്നവളാണ് താനെന്ന് ഓർക്കും തോറും അവളുടെ നെഞ്ച് നീറിപ്പിടഞ്ഞു. ഈശ്വര, എന്തിനാണ് എനിക്കിങ്ങനൊരു ജന്മം തന്നത്? അത്രയ്ക്ക് എന്തു പാപമാണ് ഞാൻ ചെയ്തത്? വിഷമം കൊണ്ട് വീർപ്പ് മുട്ടി കാലിലെ വേദന പോലും മറന്നുകൊണ്ട് അവൾ ചുറ്റമ്പലത്തിൽ പ്രദക്ഷിണം വെച്ചു. തിരികെയുള്ള യാത്രയിലും ഇരുവരും മൗനം കൊണ്ട് ഒരു വേലി തീർത്തിരുന്നു. വീട്ടിലെത്തിയപ്പോഴേക്കും അവൾക്കൊരു ചുവട് പോലും നടക്കാൻ മേല. കാലിന് വല്ലാത്ത വേദനയും പുകച്ചിലും. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതും ഗൗരി കരഞ്ഞു പോയിരുന്നു. പെട്ടെന്ന് മഹി അവളെ തിരിഞ്ഞു നോക്കി. കുനിഞ്ഞിരുന്ന് കാലിൽ നിന്ന് ഒഴുകി വരുന്ന രക്തം തുടച്ചു മാറ്റുകയാണവൾ. കിച്ചു ഓടി വന്നു. ദൈവമേ, ഇതെന്താണ് ഈ കാണുന്നത്? ഏടത്തിയോട് ഡോക്ടർ പ്രത്യേകം പറഞ്ഞതല്ലേ കുറച്ച് ദിവസത്തേക്ക് സൂക്ഷിച്ച് നടക്കണമെന്ന്. റെസ്റ്റ് എടുക്കണ്ടേ ഏടത്തി? ഈ വയ്യാത്ത കാലും വെച്ച് അമ്പലത്തിലേക്ക് പോയല്ലേ? ശോ, കിച്ചു സങ്കടപ്പെട്ടു. കുഴപ്പമില്ലെന്നേ, ഇപ്പം മാറിക്കോളും. അപ്പോഴേക്കും എല്ലാവരും അവിടേക്ക് വന്നു. ലീലയെടുത്തി കുറച്ച് ക്ലോത്ത് എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് അവളുടെ കാലിൻ്റെ പാദം ഒന്നുകൂടെ കെട്ടിവെച്ചു. മഹി, ഹോസ്പിറ്റലിൽ പോയി ഒന്ന് ഡ്രസ്സ് ചെയ്തിട്ട് വാ മോനെ. ഇത്രയും പ്രശ്നമാകുമെന്ന് ഞാൻ കരുതിയില്ല. മക്കളെല്ലാവരും വഴക്ക് പറഞ്ഞപ്പോൾ ടീച്ചറിനും വിഷമമായി. വേണ്ട ടീച്ചറമ്മേ, കുറച്ച് കഴിയുമ്പോൾ ശരിയാവും. ഗൗരി അവരെ നോക്കി ദയനീയമായി പറഞ്ഞു. പക്ഷേ അപ്പോഴേക്കും മഹി വണ്ടി സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഗത്യന്തരമില്ലാതെ അവൾ അവൻ്റെ ഒപ്പം വണ്ടിയിൽ കയറി. ഹോസ്പിറ്റലിൽ ചെന്നിറങ്ങിയപ്പോൾ ഗൗരിക്ക് നെഞ്ചു പടപടാന്നിടിച്ചു. നഴ്സിംഗ് റൂമിലേക്ക് നടക്കുമ്പോൾ അവൾ താൻ പോലും അറിയാതെ മഹിയുടെ കയ്യിൽ ബലമായി പിടിച്ചു. ശരിക്കും അവളെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൾ അവനെ പിന്നോട്ട് വലിച്ചു. മഹി നോക്കിയപ്പോൾ ഇപ്പം പൊട്ടിക്കരയും പോലെ നിൽക്കുകയാണ് ഗൗരി. എന്താടി? അവൻ്റെ നെറ്റി ചൊളിഞ്ഞു. കുത്തിവെക്കുമോ മഹിയേട്ടാ? ചുണ്ടു പിളർത്തി ചോദിക്കുന്നവളെ തന്നെ ഒരു നിമിഷം അവൻ നോക്കി നിന്നുപോയി. മഹേശ്വർ സാർ? ആരോ വിളിച്ചപ്പോൾ അവൻ പിന്തിരിഞ്ഞു നോക്കി. അപ്പോഴും ഗൗരി അവനെ മുറുക്കി പിടിച്ചിരിക്കുകയാണ്. ആ, നിവ്യ, താൻ ഇവിടെയാണോ വർക്ക് ചെയ്യുന്നത്? അതെ സാർ. സാറിന് എന്തു പറ്റി? എനിക്കല്ല. തൻ്റെ പിന്നിൽ നിന്ന് ഗൗരിയെ നോക്കിക്കൊണ്ടാണ് അവൻ നിവ്യയോട് പറഞ്ഞത്. ഇത് സാറിൻ്റെ വൈഫായിരുന്നോ? ഇന്നലെയും വന്നതല്ലേ? നിവ്യ ആശ്ചര്യത്തോടെ ഗൗരിയെ നോക്കി. കാലിൻ്റെ പാദം ചെറുതായി ഒന്ന് മുറിഞ്ഞു. ഡ്രസ്സ് ചെയ്യാൻ വന്നതാ. അതെയോ? ഓക്കെ സാർ, ഞാൻ ഇപ്പം തന്നെ സിസ്റ്ററിനെ വിളിക്കാം. നിവ്യ തിടുക്കത്തിൽ അകത്തേക്ക് പോയി. ഗൗരി അപ്പോഴും തൻ്റെ 2 കൈകൾ കൊണ്ടും അവൻ്റെ വലത്തെ കൈത്തണ്ടയിൽ മുറുക്ക് പിടിച്ചിരിക്കുകയാണ്. ഒരു സിസ്റ്റർ ഇറങ്ങി വന്നപ്പോൾ അവളുടെ പിടുത്തം വല്ലാണ്ട് മുറുകി. മുന്നോട്ട് നടക്കുന്ന മഹിയെ അവൾ പിന്നിലേക്ക് വലിക്കുകയാണ്. അപ്പോഴും അവൻ ദേഷ്യം കൊണ്ട് ചുവന്നു. സാർ, ഈ കുട്ടി ഇന്നലെ എൻ്റെ കൈ കടിച്ചതാണ്. ദേ, ഈ പാട് നോക്കിക്കേ. ആ സിസ്റ്റർ അവരുടെ കൈ നീട്ടിക്കാണിച്ചതും മഹി അവളെ നോക്കി പല്ലി ഞെരിച്ചു. എൻ്റെ സാറേ, പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്.
3 4 വയസ്സുള്ള കുട്ടികൾക്ക് പോലും ഇത്രയും പേടിയില്ല. ഇന്നലെ TT എടുത്തതിന് എന്തൊക്കെ കോലാഹലമായിരുന്നു. ഇങ്ങനെയൊക്കെ പോയാലേ വലിയ പാടാവും കേട്ടോ. അവർ ഗൗരിയെ അടിമുടി നോക്കി. കയറി വാ കൊച്ചേ. അവർ വിളിച്ചുവെങ്കിലും ഗൗരി കയറി പോവാതെ അവൻ്റെ അടുത്ത് തന്നെ നിന്നു. സാറും കൂടി പോരെ? ഇനി ഇന്നലത്തെ പോലെ എനിക്കിട്ട് വല്ലതും ചെയ്താലോ? അവർ പറഞ്ഞതും മഹി ബലമായി തന്നെ അവളെ പിടിച്ചുകൊണ്ടുവന്ന് ബെഡിലിരുത്തി. അവളുടെ 2 കൈകളും ശക്തിയായി കുടഞ്ഞുകൊണ്ട് അല്പം മാറി നിന്നു. തോള് പറഞ്ഞു പോകും പോലെ അവൾക്ക് തോന്നി. ഡ്രസ്സ് ചെയ്യാനുള്ള ട്രേ എടുത്തുകൊണ്ട് സിസ്റ്റർ വന്നതും ഗൗരി കണ്ണുകൾ ഇറുക്കി അടച്ചു. കെട്ടഴിക്കും തോറും അവൾക്ക് ശ്വാസം വിടാൻ പോലും പേടിയായി. ഇത് സ്റ്റിച്ചിടേണ്ടി വരും, മുറിവകത്തേക്കായിട്ടുണ്ട്. സിസ്റ്റർ മഹിയെ നോക്കി. യോ എൻ്റെ കൃഷ്ണ, അത് വേണ്ട സിസ്റ്റർ, ഗൗരി അവരോട് ഉറക്കെ പറഞ്ഞു. എന്നിട്ട് മഹിയെ നോക്കി. സിസ്റ്റർ, എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോളൂ, ഇവളത്ര കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ. അവൻ ഗൗരവത്തിലായി. ഡോക്ടർ നിവിയെ ഞാനൊന്ന് വിളിക്കട്ടെ, നിങ്ങളിവിടെ നിൽക്കുക, ഒരു 5 മിനിറ്റ്. സിസ്റ്റർ ഇറങ്ങിപ്പോയതും ഗൗരി ബെഡിൽ നിന്ന് ഊർന്നിറങ്ങി. മഹിയേട്ടാ, നമുക്ക് പോകാം, എനിക്കിപ്പോൾ കുഴപ്പമില്ല. അവൾ മഹിയുടെ അടുത്തേക്ക് വന്നു. മര്യാദയ്ക്ക് പോയിരിക്കടി അവിടെ. അവൻ മുരണ്ടു. മഹിയേട്ടാ, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. ക്ഷേത്രത്തിൽ പോയപ്പോൾ നടന്നതുകൊണ്ടാ, ചെറുതായിട്ട് മുറിവൊന്ന് വലിഞ്ഞെന്നേ ഉള്ളൂ. നിന്നോട് ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി, പോയി അവിടെ ഇരിക്കടി. അവനെ നോക്കി ഗൗരി നിഷേധാർത്ഥത്തിൽ തലയാട്ടി. ഗൗരി, ഞാൻ പറയുന്നതനുസരിച്ചാൽ നിനക്ക് കൊള്ളാം. വെറുതെ ഇവിടെ കിടന്ന് ഒരു സീൻ ഉണ്ടാക്കരുത്. അവൻ നല്ല ദേഷ്യത്തിലാണെന്ന് അവൾക്ക് തോന്നി. മഹിയേട്ടാ, ഞാൻ സത്യമാണ് പറയുന്നത്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിന്നോട് ഞാൻ എന്താണിപ്പോൾ പറഞ്ഞത് അതനുസരിക്കുക. ഇങ്ങോട്ട് കൂടുതൽ സംസാരമൊന്നും വേണ്ട. മഹി ചൂടായി. അപ്പോഴേക്കും ഡോക്ടർ നിവ്യയും സിസ്റ്ററും കൂടി അവിടേക്ക് കയറി വന്നു. പേടിക്കണ്ട കേട്ടോ, ഇഞ്ചക്ഷൻ എടുക്കാം. അപ്പോഴേക്കും സ്റ്റിച്ച് ഇടുന്നതൊന്നും അറിയില്ല. ഡോക്ടർ നിവ്യ പറഞ്ഞതും ഗൗരിയെ വിറച്ചു. ഇഞ്ചക്ഷൻ എന്ന് കേട്ടാൽ അവൾക്ക് തല കറങ്ങും. അവർ സൂചി എടുക്കുന്നത് കണ്ടതും ഗൗരി മഹിയെ നോക്കി. മഹിയേട്ടാ. എന്താ? എൻ്റെ അടുത്തൊന്നും ഒന്ന് നിൽക്കുമോ പ്ലീസ്? അത് പറയുകയും അവൾ കരഞ്ഞുപോയി. ശോ, ഇതെന്താണ് കുട്ടി ഇങ്ങനെയൊക്കെ? ഇത്രയ്ക്ക് പേടിക്കാൻ എന്താണ് ഉള്ളത്? സിസ്റ്റർ അവളെ സമാധാനിപ്പിച്ചു. മഹിയേട്ടാ, ഒന്നിങ്ങോട്ട് വരുന്നുണ്ടോ? അവൾക്ക് ദേഷ്യവും സങ്കടവും ഒരുപോലെ വന്നു. മഹി അവളുടെ അടുത്തേക്ക് വന്നു. അവൾ പെട്ടെന്ന് അവൻ്റെ കൈത്തണ്ടയിൽ മുറുക്കെ പിടിച്ചു. എന്നിട്ട് അവൻ്റെ തോളിലേക്ക് മുഖം പൂഴ്ത്തിയിരുന്നു. ശ്രീഗൗരി, കാല് നീട്ടി വെച്ചിട്ട് ഒന്ന് കയറിക്കിടണേ. വേണ്ട ഡോക്ടർ, ഞാൻ കിടക്കുന്നില്ല. അവൾ കാലെടുത്ത് നീട്ടിവെച്ചു. കിടക്ക് ഗൗരി, മഹി മെല്ലെ പറഞ്ഞു. ഇല്ല, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇരുമിഴികളും ഇറുക്കി അടച്ചുകൊണ്ട് അവൻ്റെ തോളിൽ ചാഞ്ഞിരിക്കുകയാണ് അവൾ അപ്പോഴും. കുത്തുവാണേ, സിസ്റ്റർ പറഞ്ഞതും അവളുടെ വിറയിൽ അവനിലേക്കും കൂടി പടർന്നു. ദാ ഇത്രയും കാര്യമുള്ളൂ, അതിനാണ് ഈ കുട്ടി ഇങ്ങനെ ബഹളം കൂട്ടിയത്. എല്ലാം കഴിഞ്ഞതും അവർ ഗൗരിയെ നോക്കി. ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് പോകാം, അപ്പോഴേക്കും ഈ ബില്ലൊന്ന് പേ ചെയ്യോ? ഓക്കെ. അവൻ ബില്ല് മേടിച്ചു. ഗൗരിയെ നോക്കിയപ്പോൾ അവൾ അവൻ്റെ കയ്യിലെ പിടുത്തം വിട്ടു. എന്നിട്ട് മുഖം കുനിച്ചിരുന്നു. മഹി പോയി ബില്ലടച്ചു വന്നപ്പോൾ ഡോക്ടർ നിവ്യ ഒരു വീൽ ചെയർ വരുത്തിച്ചു. അതിലേക്ക് അവളെ കയറ്റിയിരുത്തി. അവരുടെ കാറിൻ്റെ അടുത്ത് വരെ ഡോക്ടർ നിവ്യയും കൂടി പോയിരുന്നു. അവരോട് താങ്ക്സ് പറഞ്ഞുകൊണ്ട് മഹി ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ? വേണ്ട. മനുഷ്യനെ നാണം കെടുത്താനാണോ നീ ഇങ്ങനെ കൂടെ കൂടിയത്? ചോട്ടിക്കും ക്യാത്തിക്കും പോലും ഇല്ലല്ലോടി ഇത്രയും പേടി. ഇഞ്ചക്ഷൻ എടുത്തെന്ന് കരുതി നിനക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ദേഷ്യത്തിൽ അവളെ നോക്കിക്കൊണ്ട് മഹി ചോദിച്ചു. മറുപടി ഒന്നും പറയാതെ അവൾ ഇരുന്നു. മഹി പിന്നെയും അവളെ വഴക്ക് പറഞ്ഞു. വീട്ടിൽ ചെന്നിട്ട് നിന്റെ നഖം മര്യാദയ്ക്ക് വെട്ടിക്കോണം, അത് കഴിഞ്ഞു മതി ബാക്കിയെല്ലാം. അവൻ പറഞ്ഞത് മനസ്സിലാകാതെ ഗൗരി അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇത് കണ്ടോ നീ? അവൻ തൻ്റെ വലത് കൈത്തണ്ട അവളുടെ നേർക്ക് നീട്ടി. അവളുടെ നഖം കൊണ്ട് ഒരുപാട് പോറിയിരിക്കുന്നു. താൻ ബലത്തി പിടിച്ചപ്പോൾ സംഭവിച്ചതാണ്. എന്തൊരു കഷ്ടമാണ്. മര്യാദയ്ക്ക് നടന്ന ഞാനാ, അമ്മ എന്തിനാണോ? പറഞ്ഞു പൂർത്തിയാക്കാതെ അവൻ നിർത്തി. ഗൗരിയുടെ മിഴികൾ നിറഞ്ഞു. പക്ഷേ അവൾ മറുപടി ഒന്നും പറയാതെ മുഖം കുനിച്ചിരുന്നു. കുറച്ച് കഴിഞ്ഞതും അവൻ വണ്ടി ഒതുക്കി നിർത്തി. ഗൗരി, തൻ്റെ ഉദ്ദേശം എന്താണ്?
എന്തു വേണം? പറയൂ. എത്ര വേണം? ഞാൻ കാലത്തെ ചോദിച്ചല്ലോ. താൻ ഉദ്ദേശിക്കുന്നത് എത്രയാണ്? അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിക്കുകയാണ്. ഗൗരി അവനെ വിഷമത്തോടെ നോക്കി. എനിക്കൊന്നും വേണ്ട മഹേട്ട. ഞാൻ മഹേട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് പൊയ്ക്കോളാം. തുടരും. മോൻ ഹോസ്പിറ്റലിലാണേ. അതാ ഞാൻ സൗണ്ട് താഴ്ത്തി പറയുന്നത്. ഒരുപാട് അപാകതകളൊക്കെ വരും കേട്ടോ. സോറി, എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ.